ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിലെ വഴുതനങ്ങ നിറച്ചും വഴുതന ഉണ്ടാകുന്ന ഏത് വളമാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്ത് ചെയ്താലാണ് ഇതുപോലെ വഴുതനങ്ങ ഉണ്ടാകാൻ പറ്റുക. ഇത് കണ്ടോ, ഇതിപ്പോൾ പിഞ്ചാണ്. നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ എടുത്തതേ ഉള്ളൂ. ഒരുപാട് നീളം വരുന്ന വഴുതനങ്ങയാണ്, ചെറിയ വഴുതനങ്ങയൊന്നുമല്ല. ഇതുണ്ടോ, ഈ ചെടി നിറച്ചും വഴുതനങ്ങയുണ്ട്, കണ്ടോ. അതുപോലെ വെണ്ടയുണ്ട്. വെണ്ട ഞാൻ ഒരുപാട് വീഡിയോ വെണ്ട കാണിച്ചിട്ടുണ്ട്. കണ്ടോ, വഴുതനങ്ങ നിറച്ചും വഴുതനങ്ങയാണ്. അപ്പോൾ നമ്മൾ എന്ത് വളമാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്, അതേക്കുറിച്ച് ഞാൻ പറയാം. ഇതിനായിട്ട് നമ്മൾ ഒരു പിടി കടലപ്പിണ്ണാക്ക്, ഒരു പിടി വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി ഒരു പിടി, പിന്നെ നമ്മൾ ചാണകപ്പൊടി, ഇത് നമ്മൾ ഈ പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കണ്ടോ, എല്ലാം നമ്മൾ ഒരേ അളവിലെടുത്താൽ മതി കേട്ടോ. കൂടിയും പോരുത്, കുറഞ്ഞും പോരുത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇത് നമ്മൾ 1 കിലോ ചാണകം നന്നായിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ ഒരു ബക്കറ്റ് നിറച്ച് 1 കിലോ ചാണകം ഞാൻ കലക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കടലപ്പിണ്ണാക്കും, എല്ലുപൊടിയും, വേപ്പും പിണ്ണാക്കും, നമ്മുടെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. കാണിച്ചത് കണ്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കലക്കുവാണ്. ഇത് നമ്മൾ 3 ദിവസം ഇതുപോലെ തന്നെ നമ്മൾ കലക്കി കൊടുക്കണം. ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്നത് 1ാമത്തെ ദിവസമാണ്. ഞാനിത് ഇതിനകത്തേക്ക് നമ്മൾ കലക്കി. ഇനിയിപ്പം നാളെയും നാളെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തന്നെ കലക്കണം. കലക്കിയതിന് ശേഷം ഈ മിശ്രിതം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അത് ഇതിലും കൂടുതൽ, മിശ്രിതത്തിന് കൂടുതൽ വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ വഴുതനയ്ക്കും വെണ്ടയ്ക്കും ഇട്ട് കൊടുത്താൽ നിറച്ച് നമുക്ക് ഇതുപോലെ വെണ്ടയ്ക്കായി വഴുതനയും ഉണ്ടാവും. നമ്മളതുപോലെ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചപ്പം. ഇത് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് 1ാമത്തെ ദിവസമാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പം നാളെ കഴിഞ്ഞും ഞാനിതുപോലെ തന്നെ ഇളക്കും. 3ാമത്തെ ദിവസം നമ്മളിത് എടുക്കും. ഇത് 2ാമത്തെ ദിവസമാണ്. നമുക്കിത് എടുക്കാം, നമുക്ക് ഇളക്കി വെക്കാം. നാളത്തെ ദിവസം നാളെ നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കുക. ഇത് കണ്ടോ, അതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെക്കുക. കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 3ാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മൾ കലക്കിയ മിശ്രിതം അത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മളിങ്ങനെ കലക്കുക. കണ്ടോ, അതിന് ശേഷം നമ്മൾ 2 കണ്ടോ, ഒരു ചെറിയ ഇതിനകത്തേക്ക് 2 കപ്പ് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിക്കുക. ഇത് കണ്ടോ, ഇനി ഇത് നമ്മൾ കലക്കിയ വെള്ളം 1 കപ്പ് ഒഴിച്ചാൽ മതി. കണ്ടോ, ഇനി നമ്മൾ ഒരു ശകലം കൂടെ ഇട്ടൊഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് കലക്കുക. കണ്ടോ, എന്നിട്ട് നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളിനി നമ്മുടെ പച്ചക്കറിക്ക് ഒഴിക്കാൻ പോകുന്നു. വാ, ഇനി പച്ചക്കറികൾ ഒരുപാട് നട്ടു വരണമെങ്കിൽ ഇതിനെല്ലാം ചോദിക്കും. ഞാൻ ആദ്യം വെണ്ടയ്ക്ക് ഒഴിക്കുകയാണ്. വെണ്ടയുണ്ട്, വഴുതനയുണ്ട്.
വഴുതനയ്ക്ക് ഞാൻ ഒഴിക്കുക. കണ്ടോ, ഇതെല്ലാം വഴുതനങ്ങയുണ്ട്. നമ്മളിത് ഒഴിക്കുമ്പോൾ 2 ആഴ്ച കൂടി ഒന്ന് ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മളവിടെ കലക്കി വെച്ച മിശ്രിതമുണ്ട്, അതിനിപ്പോൾ 2 ആഴ്ച കൂടി ഒരു പ്രാവശ്യം വെച്ച് നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെണ്ടകൾ, ഇതാണ് വെണ്ട, വഴുതനങ്ങ, ഇതെല്ലാം ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിതെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക.